നമ്മുടെ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ മാലിക മുറി പ്രഭാഷണത്തിന്റെ ഒടുവിലത്തെ അധ്യായമായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന വിഷയമാണ് നമുക്ക് ധ്യാനിച്ചു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചത്. ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ആരോടാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് നാം കണ്ടു. സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട്, പരിശുദ്ധനായ തന്റെ പിതാവിനോട്, നീതിയുള്ള തന്റെ പിതാവിനോട് ആണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. ആരാണ് പ്രാർത്ഥിച്ചത്? നാം കണ്ടു, പുത്രനാണ് പ്രാർത്ഥിച്ചത്. പുത്രനെ കുറിച്ചും നമ്മൾ കണ്ടു. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നവനാണ്, സകല ജഡത്തിന്റെ മേലും അധികാരം ലഭിച്ചവനാണ്. ആ പുത്രനാണ് പിതാവിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ആർക്കു വേണ്ടിയാണ് ഈ മഹാപുരോഹിത പ്രാർത്ഥന താൻ കഴിച്ചത്? ആർക്കു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത്? അതിന്റെ ആരംഭത്തിലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ആദ്യമായിട്ട് താൻ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെ താൻ പ്രാർത്ഥിക്കുകയാണ്. നാം അവിടെ വായിച്ചല്ലോ, പുത്രനെ മഹത്വപ്പെടുത്തണമേ, ഗ്ലോറിഫൈ യുവർ സൺ എന്നാണ്. നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടെ ആ മഹത്വപ്പെടുത്തണമേ, ഗ്ലോറിഫൈ എന്ന ആ വാക്കിന് മറ്റൊരു ആശയമുള്ളത് ഇപ്രകാരമാണ്: നിന്റെ പുത്രനെ നീ കൂടുതൽ മതിപ്പുള്ളവനാക്കി തീർക്കണമേ, കൂടുതൽ താല്പര്യമുള്ളവനാക്കി തീർക്കണമേ. ആരുടെ മുൻപിൽ? പിതാവിന്റെ മുൻപിൽ. പിതാവിന്റെ മുൻപിൽ നിന്റെ പുത്രനായിരിക്കുന്ന എന്നെ അങ്ങേക്ക് കൂടുതൽ താല്പര്യമുള്ളവനാക്കി തീർക്കണമേ. അതെങ്ങനെയാണ് പുത്രന് പിതാവിനെ കൂടുതൽ താല്പര്യമുള്ളവനാക്കി തീർക്കുവാനായിട്ട് സാധിക്കുക? അത് നാം മനസ്സിലാക്കുമ്പോൾ, അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്നാണ്. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതിലൂടെയാണ് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? മഹത്വപ്പെടുത്തിയത്. അവിടെ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു, അക്കംപ്ലിഷ്ഡ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അവിടെ വെച്ചിട്ടുള്ളത്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അധ്യാപകർ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അധ്യാപകർ നൽകുന്ന അഭ്യാസങ്ങളുണ്ട്. ഹോംവർക്ക് ചെയ്യുവാനായിട്ട് വീട്ടിലേക്ക് വിടുമ്പോ അവർക്ക് ചില അഭ്യാസം 1, 2 എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓർക്കുന്നു. പഠിച്ചതെന്താന്ന് ഓർക്കുന്നില്ലെങ്കിലും ആ വാക്ക് ഓർക്കുന്നുണ്ട്. അപ്പോ ആ അഭ്യാസം അധ്യാപകർ കുട്ടികളെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിച്ച് അതിന്റെ തികവ് പ്രാപിച്ച് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ വിദ്യാർത്ഥി അധ്യാപകനോട് പറയുകയാണെന്ത്? നീ എനിക്ക് തന്ന പ്രവൃത്തിയെല്ലാം ഞാൻ തികച്ചിരിക്കുന്നു. അത് എന്ന് പറയുന്നത് അധ്യാപകന്റെ മഹത്വമാണ്.
അധ്യാപകൻ ആ വിദ്യാർത്ഥിക്കും മഹത്വം നൽകുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്നത്, നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ എന്താ നാം മനസ്സിലാക്കേണ്ടത്? കർത്താവ് പറയുകയാണ്, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാനത് തികച്ചിരിക്കുന്നു, ഞാനത് പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, നാം നേരത്തെയും അത് ചിന്തിച്ചിട്ടുള്ള വാക്കാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് പറയുന്ന വാക്കാണ്, എന്റെ പിതാവ് ചെയ്ത് കാണിച്ചു തന്നതല്ലാതെ വേറൊരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറൊരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് കർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത്. പിതാവിനോട് പറയുകയാണ്, പിതാവ് തന്നെ ഏൽപ്പിച്ചതായ ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിതാവ് കാണിച്ചു തന്നതും പിതാവ് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 33.5 വർഷക്കാലത്ത് കർത്താവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തനിക്ക് ധൈര്യത്തോടുകൂടെ പിതാവിനോട് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെല്ലാം ഞാൻ തികച്ചിരിക്കുന്നു. നമുക്കറിയാം, 30-ാമത്തെ വയസ്സിൽ പരസ്യമായിരിക്കുന്ന ശുശ്രൂഷ കാനാവിലെ കല്യാണ വീട്ടിൽ ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ്. തന്റെ മഹത്വം താൻ അവിടെ വെളിപ്പെടുത്തി. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് തന്റെ മഹത്വം താൻ അവിടെ വെളിപ്പെടുത്തി. താൻ ആരാണ്? പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ പ്രവർത്തികളാണ്, പിതാവിന്റെ ഇഷ്ടത്തിന് മാത്രമാണ് താൻ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തി. നമുക്കറിയാം, മറിയ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ നാഴിക വന്നു എന്ന് മനസ്സിലാക്കിയ ദൈവത്തിന്റെ പുത്രൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നാം എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അവിടെ വായിക്കുന്നത്, യേശു തന്നെ നിയമിച്ചാക്കിയവന് എല്ലാം വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് താഴെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോൾ അവൻ മഹത്വത്തിന് യോഗ്യനായി ഭൂമിയിൽ വെച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുന്നതായ ശുശ്രൂഷ കർത്താവ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ചതിലൊക്കെ അവൻ എന്തായിരുന്നു? അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. താൻ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് താൻ പറയുന്നത്, പുത്രനെ മഹത്വപ്പെടുത്തണം. എന്തുകൊണ്ട് മഹത്വപ്പെടുത്തണം? നീ എനിക്ക് ചെയ്യുവാനായിട്ട് തന്ന പ്രവൃത്തിയെല്ലാം ഞാൻ ഇവിടെ തികച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും എന്നെ നീ മഹത്വപ്പെടുത്തണം. ആ കാര്യത്തിലേക്ക് നമുക്ക് പിന്നാലെ വന്നുകൊള്ളാം. ഇതുവരെ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഇതുവരെയുള്ളതായ എല്ലാ ശുശ്രൂഷയിലും, അല്ലെ, നാം നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 33.5 കൊല്ലവും പിതാവിന്റെ 100% ഹിതത്തിന് വിധേയനായി ജീവിച്ച ഒരുവനാണ് നമ്മുടെ കർത്താവ്. അതേക്കുറിച്ചൊരു ഉപമ പറയുമ്പോഴും ഞാൻ ആ വാക്കുകൾ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഏൽപ്പിച്ചതായ താലന്ത് കൊണ്ട് ഇരട്ടി നേടിയതായിരിക്കുന്ന, അല്ലെങ്കിൽ 100% ആ വിജയം നേടിയതായ ദാസനോട് ആ യജമാനൻ പറയുന്ന വാക്കുകൾ എന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അധികത്തിന് മാനം, അധികത്തിന് യോഗ്യൻ, അധികത്തിന് അവകാശി എന്നാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നവരായ നമ്മൾ ആ പിതാവിന്റെ മുൻപാകെ നാം ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. അവന്റെ മഹത്വത്തിന് നമ്മൾ യോഗ്യരായിരിക്കണം.
എവിടെയാണ് ആ ഗ്ലോറിഫൈ ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് മഹത്വം കിട്ടുന്നത്? അവൻ നമുക്ക് ചെയ്യുവാൻ തന്നതായ പ്രവർത്തികൾ, അഭ്യാസങ്ങൾ മുഴുവനും, ഏൽപ്പിച്ച ശുശ്രൂഷകൾ മുഴുവനും വിശ്വസ്തയോടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുള്ളത്? ഉത്തരമുള്ളത്. നാം അയോഗ്യമായി നടന്ന് ദൈവഹിതപ്രകാരമല്ലാതെ ജീവിച്ച് നാം മുൻപോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല? പ്രാർത്ഥിക്കുവാനും ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകയില്ല. ഇനി അഥവാ പ്രാർത്ഥനയൊക്കെ പഠിച്ചത് കൊണ്ട് പ്രാർത്ഥിച്ചാലും എന്ത് കിട്ടാൻ പോകുന്നില്ല? അതിന് ഉത്തരം കിട്ടാനായിട്ട് പോകുന്നില്ല. അനേകരെ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അനേകരിന്ന് പ്രാർത്ഥനയിൽ നിന്നും പുറകോട്ട് മാറുന്നത്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വിശ്വസ്തതയില്ല, പരമാർത്ഥതയില്ല, ജീവിത വിശുദ്ധിയില്ല. അപ്പോൾ എന്താ എളുപ്പം? പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നാ പിന്നെ അത് വേണ്ട. ഇന്ന് ഈ കാര്യം ഏറ്റുപറയാനോ ഉപേക്ഷിക്കുവാനോ എനിക്ക് മനസ്സില്ല. ഈ വിഷയത്തിൽ നിരപ്പ് പ്രാപിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഒഴിവാക്കുന്നത്? ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ പ്രാർത്ഥനാ ബന്ധം അങ്ങ് ഒഴിവാക്കുകയാണ്. അത് വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും ദൈവമക്കളെ നടത്തും എന്ന കാര്യം നാം ഇവിടെ ഓർക്കണം. അപ്പോൾ ഇവിടെ കർത്താവ് തനിക്ക് വേണ്ടി തന്നെയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്ന വിഷയം? ഏതാണ്? പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതിന്റെ കാരണവും നാം കണ്ടെത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെല്ലാം അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തണമേ. എന്തിനാണ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്? അതും നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പുത്രനെ മഹത്വപ്പെടുത്തണം. എന്തിനാണ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്? അവിടെ ഒരു വാക്ക് നാം വായിക്കുന്നത് എപ്രകാരമാണല്ലോ, പിതാവേ നാഴിക വന്നിരിക്കുന്നു. എന്തുകൊണ്ട് പുത്രനെ മഹത്വപ്പെടുത്തണം? എന്തുകൊണ്ട് നീ എന്നെ മഹത്വപ്പെടുത്തണം? ഇതുവരെ ഞാൻ എന്ത് ചെയ്തു? നീ എനിക്ക് തന്ന പ്രവൃത്തിയെല്ലാം ഞാൻ ചെയ്തു. എന്നാൽ ഇനി ഒരു നാഴിക എന്റെ മുമ്പിൽ വരുന്നു, ഒരു സമയം എന്റെ മുൻപിലേക്ക് വരുന്നു. ഏതാണ് ആ സമയം? ഏതാണ് ആ സമയം? ആ പ്രവൃത്തി കൂടെ നിവർത്തിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥന. നാഴിക വന്നിരിക്കുന്നു. ഈ നാഴികയിലും, ഏത് നാഴികയിൽ? ഇതുവരെയുള്ളതായ ജീവിതത്തിൽ നിന്നെ മാത്രം അനുസരിച്ചതായ എനിക്ക് ഈ നാഴികയിലും നീ എന്നെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഈ നാഴികയിലും നിനക്ക് എന്നിൽ താല്പര്യമുള്ളവനായി മാറണം. ഇതുവരെ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഈ മഹത്വം എന്ന് പറയുമ്പോ നമ്മൾ ആ ഒരു പ്രത്യേക പൊസിഷനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ ഇവിടെ ആ വാക്കിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. പിതാവിന്റെ പുത്രനിൽ അധികം താല്പര്യമുള്ളവനായി തീരുന്നതായ ഒരു അവസ്ഥ വിശേഷത്തിനാണ് ഇവിടെ ഗ്ലോറിഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ മഹത്വം തന്നെ ലളിതമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിതാവേ, ഈ നാഴികയിലും നിനക്ക് എന്നിൽ അധികം താല്പര്യം ഉണ്ടാകേണ്ടതിന് നീ എന്നെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഈ നാഴിക ഏതാണ്? ആ നാഴിക നമുക്കറിയാം. നമ്മുടെ കർത്താവ് ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പ്രായശ്ചിത്ത മരണത്തെ താൻ പ്രതീക്ഷിക്കുന്നവനാണ്, അല്ലെ? ഒരു പ്രായശ്ചിത്ത മരണത്തെ താൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ താൻ അതിലേക്ക് കടന്നുപോയിട്ടില്ല. ആ വേദഭാഗങ്ങൾ നമുക്ക് അറിയാം. ഏതാണ് ആ വേദഭാഗം? ആ ഗസ്തമന തോട്ടത്തിൽ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസ് 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ളതായ ആ വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഗസ്തമന തോട്ടത്തിലേക്ക് താൻ കടന്നു ചെല്ലുന്നത് യാഗമായിട്ട് തീരുവാൻ പോകുന്ന ഒരു കുഞ്ഞാടിന്റെ മാനസികാവസ്ഥയിലാണ്. തന്നെത്താൻ തകർക്കപ്പെടുവാൻ പോകുന്ന, തന്നെത്താൻ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്ന, യാഗമായി തീരുവാൻ പോകുന്ന ഒരു കുഞ്ഞാടിന്റെ മനോഭാവമാണ് അപ്പോൾ നമ്മുടെ കർത്താവിന് ഉണ്ടായിരുന്നത്. ആ മനോഭാവത്തിൽ താൻ പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥന എന്താണ്?
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? നാഴിക വന്നിരിക്കുന്നു. ഏത് നാഴികയാണ് വന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ ആ പാനപാത്രം വഹിക്കുവാനുള്ള നാഴിക, ആ പാനപാത്രം കുടിക്കുവാനുള്ള നാഴിക. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ. അപ്പോൾ കർത്താവിന് കുടിക്കുവാനായി പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പാനപാത്രം കുടിക്കുവാനുള്ള നാഴിക തന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ, ആ ഗസ്തമന തോട്ടത്തിലുള്ള പ്രാർത്ഥനയിൽ നമുക്കറിയാം, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തെയും ചുമന്നൊഴിക്കുന്ന നാഴികയാണത്. ആ നാഴികയിൽ താൻ പ്രവേശിക്കുവാൻ പോകുകയാണ്. ആ നാഴികയിലും തനിക്ക് എന്ത് ചെയ്യണം? പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവിടെ നിവർത്തിക്കപ്പെടണം. അഭ്യാസം അവിടെയും താൻ എന്ത് ചെയ്യണം? തികയ്ക്കണം. അവിടെയും മനുഷ്യവർഗത്തിന്റെ പാപഭാരം മുഴുവനും പിതാവായ ദൈവം ഇപ്പോൾ ആരുടെ മേലാ ചുമത്തിയിട്ടുള്ളത്? തന്റെ പുത്രന്റെ മേലാണ്. അത് മനസ്സിലാക്കിയ ദൈവപുത്രനാ പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ നീക്കിത്തരണം, എങ്കിലും എന്റെ ഇഷ്ടം അല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്നുള്ളതായ പ്രാർത്ഥന. ഇവിടെ വീണ്ടും നാം മനസ്സിലാക്കുന്നത് പോലെ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള നാഴിക. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരവും താൻ ചുമന്നെടുക്കുവാനുള്ളതായ, ചുമന്നൊഴിക്കുവാനുള്ളതായ ആ നാഴിക വന്നിരിക്കുന്നു. അർത്ഥാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പാപത്തെ മുഴുവനും ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരു പാപിക്ക് തുല്യനായിട്ട് അവൻ മാറുന്നു. അവൻ പാപികളുടെ കൈയാൽ ഏൽപ്പിക്കപ്പെടേണ്ടുന്നതായ നാഴിക വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന നാഴിക തന്റെ മുമ്പിൽ വരുവാനായിട്ട് പോകുകയാണ്. അതെ പ്രിയമുള്ളവരെ, ആ നാഴിക, ആ നാഴിക എന്ന് പറഞ്ഞാൽ ആ ചില മണിക്കൂറുകൾ കർത്താവിനെ സംബന്ധിച്ച് വലിയ നിർണായകമായിരുന്നു. അതുകൊണ്ടാണ് താൻ പ്രാർത്ഥിച്ചത്, ആ നാഴികയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാനപാത്രം കുടിക്കുന്നതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റിത്തരിക. എത്ര വട്ടം പ്രാർത്ഥിച്ചുവെന്നാണ്? 3 വട്ടം പ്രാർത്ഥിച്ചു. അതേ കാര്യം ചൊല്ലി 3 വട്ടം താൻ പ്രാർത്ഥിച്ചു. എന്തിനാണത്? ഒരു വിഷയത്തെ 3 വട്ടം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അതിന്റെ വേദന അത്രയ്ക്കും ആഴമേറിയതാണ്. പക്ഷെ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും നമുക്കറിയാം, അവിടെ പ്രത്യക്ഷത്തിൽ ഒരു ഉത്തരം ഉണ്ടായതായി നമ്മൾ ആരും കാണുന്നില്ല. കർത്താവ് ആഗ്രഹിച്ച പ്രാർത്ഥന, കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഗസ്തമന തോട്ടത്തിൽ എന്തുണ്ടായില്ല? ഉത്തരമുണ്ടായില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ കേട്ടു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതിന് ഒരു ഉത്തരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസ് 22-ന്റെ 43-ാമത്തെ വാക്യത്തിൽ, ഗസ്തമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ക്ഷീണിതനായി പോയതായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനെ സ്വർഗത്തിലെ ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. എന്നിട്ട് അതിന്റെ താഴെ 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും അധികം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ ആർക്ക് വേണ്ടി അയച്ചു കൊടുത്തു? തന്റെ കർത്താവിന് വേണ്ടി അയച്ചു കൊടുത്തു. പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ, നിന്റെ മുൻപാകെ എനിക്ക് കൂടുതൽ അംഗീകാരം തരണമേ. ആ അംഗീകാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏൽപ്പിക്കപ്പെട്ടതായ പ്രവർത്തികളുടെ നിവൃത്തിയാണ് അംഗീകാരത്തിന്റെ കാരണമെങ്കിൽ
ആ അംഗീകാരം കിട്ടുവാൻ തക്കവണ്ണം പ്രവൃത്തികളെ പൂർത്തീകരിക്കേണ്ട കടപ്പാട് ആരിലുണ്ട്? ദൈവത്തിന്റെ പുത്രനിൽ ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ നിസ്സാരമാണ്, എളുപ്പമാണ്. പക്ഷേ ഇതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ എത്രയോ മഹത്വമേറിയ കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: തന്റെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ വരുന്ന നാഴികയിൽ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഉറച്ച നിലവിളിയും കണ്ണുനീരും. ആ നാഴികയിലേക്ക് ഞാൻ വരികയാണ്. കരയേണ്ടതായ നാഴിക, ഉറക്കെ നിലവിളിക്കേണ്ടതായ നാഴിക. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടില്ലേ? കർത്താവിന്റെ ക്രൂശീകരണത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തന്റെ ഉറക്കെ ഉള്ളതായ നിലവിളി, തന്റെ കണ്ണുനീര്, ഇതെല്ലാം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉള്ളതായ ആ നാഴികയിൽ നിന്നും ആ നാഴികയിലും എന്തു വേണമെന്നാണ്? നീ പുത്രനെ മഹത്വപ്പെടുത്തും. എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പ്രതിസന്ധികളുടെ നാളുകളിൽ നമ്മെയും ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കർത്താവ് മാത്രമാണ്. നാം വായിക്കുന്നുണ്ട്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം നൽകുവാൻ അവൻ കഴിവുള്ളവനാകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം ആഗ്രഹിക്കുകയാണ്, കർത്താവെ, എന്നെ അവിടുന്ന് കൂടുതൽ അങ്ങയുടെ മുൻപാകെ പ്രാപ്തനാക്കി നിർത്തണമേ, എന്നെ കൂടുതൽ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ, എനിക്ക് കൂടുതൽ വിശുദ്ധനായിരിക്കാൻ കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപാകെ വരുന്നത് എന്താണെന്നറിയോ? അതിന് തക്കവണ്ണമുള്ള അഭ്യാസങ്ങളാണ്. അതിന് അനുയോജ്യമായ പ്രവർത്തികൾ ചെയ്യത്തക്കവണ്ണം നമ്മുടെ മുൻപാകെ കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. നിനക്ക് എന്താ വേണമെന്ന് പറഞ്ഞത്? നിനക്ക് കൂടുതൽ മഹത്വം വേണമെന്നല്ലേ? നിനക്ക് കൂടുതൽ ശുശ്രൂഷ വേണമെന്നല്ലേ? നിനക്ക് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നല്ലേ? നിനക്ക് കൂടുതൽ ദൈവത്തിനായി ജീവിക്കണമെന്നല്ലേ? ഇതാ, ഇത് പിടിച്ചോ, ഇതിൽ നീ എന്തിന് ഇരിക്കണം? നാം നേരത്തെ വായിച്ചതുപോലെ ദൈവ ഭവനത്തിലൊക്കെയും യേശു ആരായിരുന്നു? അവൻ വിശ്വസ്തനായിരുന്നത് പോലെ നിനക്ക് തരുന്നതായ, നിനക്ക് അനുഷ്ഠിക്കുവാൻ തരുന്നതായ, നിനക്ക് പ്രമാണിക്കുവാൻ തരുന്നതായ ഈ കാര്യങ്ങളിൽ നിന്റെ മനോഭാവം എന്താണ്? അതാണ് നിന്നെ വളർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. വളരാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഇതുപോലുള്ളതായ അനുഭവങ്ങളുമുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ മക്കളായ നമ്മളാരും മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല. അത് നാം എബ്രായ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മരണം ആസ്വദിക്കുവാൻ, മരണം അനുഭവിക്കുവാനുള്ള നാഴിക, അല്ലെ? മരണം ആസ്വദിക്കുവാനും മരണം അനുഭവിക്കുവാനുമുള്ള നാഴികയാണ് വന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കലും മരണത്തെ കണ്ടപ്പോൾ ഓടിപ്പോയവനല്ല. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വിട്ടുപോയവനല്ല. നിങ്ങൾ ആരെയാണ് തിരയുന്നത്? നസ്രയനായ യേശുവിനെ, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞ് മുൻപിൽ കയറി നിന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കൃപ എങ്ങനെയാ കിട്ടിയത്? അതെപ്പോഴാ കിട്ടിയത്? എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. തന്നെ കൊല്ലുവാൻ കടന്നു വരുന്ന വടിവാളും അതുപോലെ തീപ്പെട്ടി പന്തങ്ങളും കുന്തങ്ങളും എല്ലാമായി വരുന്നതായവരുടെ മുൻപിലേക്ക് മരണത്തെ ഭയപ്പെടാതെ മുൻപോട്ട് പോയെങ്കിൽ പിതാവ് പുത്രൻ എന്ത് ചെയ്തിട്ടുണ്ട്? മഹത്വപ്പെടുത്തി. ഇതൊക്കെ നാം മനസ്സിലാക്കണം. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന കൃപ എന്ന് പറയുന്നത്. ആ കർത്താവ് നാം ഫിലിപ്പിയ ലേഖനം 2:6 മുതൽ വായിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ ഇങ്ങനെയാണല്ലോ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എവിടെ നിന്ന് കിട്ടി അനുസരണഭാവം?
കഴിഞ്ഞ 33 കൊല്ലമായി പിതാവായ ദൈവത്തെ സകലത്തിലും അനുസരിച്ച പുത്രൻ ഒടുവിലാം ക്രൂശിലെ മരണവും അനുഭവിക്കുവാൻ അവൻ എന്ത് ചെയ്തു? അവൻ അനുസരിച്ചു. അവിടെയും അനുസരിച്ചു. അങ്ങനെയും അനുസരിക്കുവാൻ തക്കവണ്ണം ആരാണ് കൃപ നൽകിയത്? ദൈവം തന്റെ പുത്രന് കൃപ നൽകി എന്നുള്ളതാണ്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ വായിച്ച് പിന്നെയും ധ്യാനിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായിട്ട് തീരുവാൻ, മരണാധികാരിയായ പിശാചിനെ നീക്കം ചെയ്യുവാൻ, തന്റെ മക്കളെ വിടുവിക്കുവാൻ, മുഴുവൻ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തമാകുവാനുള്ള നാഴിക തന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയ ദൈവത്തിന്റെ പുത്രനാണ് താൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ പുത്രൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ: എന്നെ കുറിച്ച് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകണം. ആ നിവൃത്തിയാകുമെന്നുള്ള എല്ലാ മുന്നറിയിപ്പും തനിക്ക് ലഭിച്ചിരുന്നു എന്നതുകൊണ്ടാണ് പിതാവേ, നാഴിക വന്നു, എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് ആ പുത്രൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇനി തന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആദ്യത്തെ പ്രാർത്ഥന പുത്രനെ മഹത്വപ്പെടുത്തണം. കാരണം നാഴിക വന്നിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ വെച്ച് ഇനി താൻ പ്രവർത്തിച്ച് തീർക്കേണ്ടതായ പ്രവൃത്തിക്ക് വേണ്ടുന്ന പ്രാർത്ഥനയാണെങ്കിൽ, രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപ് എനിക്ക് അങ്ങയുടെ മുൻപാകെ ഉണ്ടായിരുന്ന മഹത്വം എനിക്ക് എന്ത് തരണം? തിരികെ തരണം. ആ മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടായി. അത് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. അതായിരുന്നു തന്റെ പ്രാർത്ഥന. ഈ ഭൂമിയിൽ വെച്ച് ശുശ്രൂഷകളെല്ലാം നിവർത്തിച്ച് തീർന്നു പോകുന്നവനായിട്ടല്ല, കർത്താവിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. താൻ ഈ ലോകത്തിൽ വന്നത് എന്തിനാണ്? പാപികളെ രക്ഷിക്കുവാനാണ്. ആ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമായി തീർന്നാൽ ഞാൻ എവിടേക്കാ പിന്നെ പോകുന്നത്? എന്റെ പിതാവിന്റെ അടുക്കലേക്കാണ്. അതിനുമുള്ളതായ നാഴികയാണ് വന്നിരിക്കുന്നത്. അതിനുമുള്ള നാഴിക, പിതാവേ, എനിക്ക് നിന്റെ അടുക്കൽ വരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ദൈവപുത്രനെ, പിതാവേ, അവിടുത്തെ മുൻപാകെ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനയാണ് തനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചത്. ഇനി അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് ഒന്ന് വേഗത്തിൽ പോകാം. ഒന്നാമത്തെ ആ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നാം അവിടെ എബ്രായ ലേഖനം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം നേരത്തെ വായിച്ചതായ വാക്യത്തിൽ ഭയഭക്തിപൂർവം അവൻ അപേക്ഷിച്ചു, ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിച്ചത്. ഉത്തരം ലഭിച്ചുവെന്നാണ്. എന്തുത്തരമാണ് കിട്ടിയത്? അവിടെ ഉത്തരം കിട്ടി എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് 22-ാം സങ്കീർത്തനം വായിച്ചപ്പോ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, 22-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, നീയോ യഹോവേ അകന്നിരിക്കരുത്, എന്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ. അവിടെ കർത്താവിന്റെ, നമുക്കറിയാം, അതൊരു മശീഹ സങ്കീർത്തനമാണ്, നാം പലപ്പോഴും ഓർക്കാറുള്ളതാണ്. അവിടെ എന്നെ ചിന്തിപ്പിച്ചത് എന്റെ തുണയായുള്ളോവേ. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ കൈവിട്ട് കളഞ്ഞു എന്ന് നമുക്കറിയാം. എന്നാൽ ആ സമയത്തും പുത്രൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ പുത്രന്റെ വിശ്വാസം എന്താണ്? പിതാവ് എനിക്ക് തുണയാണ്. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാനിപ്പോൾ എവിടെയാണ്? കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലാണ്. അതെ, ഞാൻ മരണത്തിന്റെ പൊടിയിൽ ഇടപെട്ടവനാണ്. മരണമാണ് എന്നെ കാത്തിരിക്കുന്നത്.
പ്രായശ്ചിത്ത മരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുന്നു. നീ എനിക്ക് ഉത്തരമരുളുന്നു. ഉത്തരം എന്തിനുള്ളതാ? പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം. ഏത് പ്രാർത്ഥനയ്ക്ക്? കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. എന്താ കർത്താവ് പ്രാർത്ഥിച്ചത്? പുത്രനെ മഹത്വപ്പെടുത്തണമേ, വരുന്ന നാഴികയിൽ പുത്രനെ മഹത്വപ്പെടുത്തണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പ്, സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ, വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഇതെല്ലാമാണ് എന്ന് എനിക്കറിയാം. എന്നാൽ അവിടെയും എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് ആ മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന ഉത്തരമല്ല, മറിച്ച് മരണത്തെ അംഗീകരിക്കുവാൻ, അവിടെയും മരണമെന്ന ആ അഭ്യാസം, ആ വാക്ക് മറന്നു പോകരുത്, മരണമെന്ന അഭ്യാസത്തെ തികയ്ക്കുവാനുള്ള ഉത്തരവാണ് ആര് നൽകിയത്? പിതാവ് തന്റെ പുത്രന് നൽകിയത്. അപ്പോ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും അനുവദിക്കുന്നവർ മാത്രമല്ല, അത് നാം അനുഭവിക്കുമ്പോഴും ഉത്തരം നൽകുന്നവനാണ്. ആര് എന്ന് പറഞ്ഞാൽ, ആ കഷ്ടങ്ങളും സഹിക്കുവാൻ കഴിയുന്ന തരത്തിൽ എന്തിനാണോ അത് സഹിക്കേണ്ടത്, അത് ഏൽക്കുവാനുള്ളതായ കൃപയും ദൈവം നമുക്ക് നൽകുന്നവനായ കർത്താവാണ്. ഞാൻ എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം, എങ്കിലും ദൈവകൃപയാൽ, അല്ലെ എന്നൊരു വാക്കുണ്ട്, എങ്കിലും ദൈവകൃപയാൽ മരണം ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു എന്നാണ്. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് അവൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നതും, അവൻ മരണം രുചിച്ചതും, അവൻ മരണം അനുഭവിച്ചതും. അപ്പോൾ ഈ കൃപ ദൈവം തന്റെ പുത്രന് കൊടുത്തത് എങ്ങനെയാണ്? തന്റെ പ്രാർത്ഥനയാലാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വവും നാം മറന്നു കളയരുത്. നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങയോടുള്ള ധൈര്യമാണ്. ആ ധൈര്യം എവിടുന്നാ കിട്ടുന്നത്? പ്രതികൂലങ്ങളുടെ നടുവിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ ഉത്തരം കിട്ടുമ്പോഴാണ്. മനസ്സിലായോ? ഇത് കർത്താവിന്റെ ജീവിതാനുഭവത്തിലൂടെ നാം മാതൃകയാക്കേണ്ടതായ ഒരു വലിയ സത്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ കർത്താവ് പിതാവായ ദൈവം നൽകി. ആ നാഴിക കടക്കുവാൻ, ആ നാഴിക പൂർത്തീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്നതെല്ലാം പിതാവായിരിക്കുന്ന ദൈവം പുത്രന് നൽകി. ആ പിതാവിന് പുത്രനിൽ കൂടുതൽ താല്പര്യമുള്ളവനായി മാറി. എന്റെ പുത്രൻ എന്റെ ഹിതമെല്ലാം നിവർത്തിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഉത്തരം എന്താ? രണ്ടാമത്തെ പ്രാർത്ഥന, പിതാവേ, നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നീ എന്നെ വീണ്ടും നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നാണ്. അതിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായോ? ആ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടായി. നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാം, തന്റെ പുത്രനെ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരിച്ച ആ പുത്രനെ ദൈവം എന്ത് ചെയ്തുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് തന്റെ പുത്രനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അവന് കഷ്ടമുള്ളത്, അവന് വേദനയുള്ളത്, അവന് മരണമുള്ളത് താൽക്കാലികം മാത്രമാണ്. പിന്നത്തേത് ദൈവം എന്ത് ചെയ്യും? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ വായിച്ചതും അങ്ങനെയാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കുക മാത്രമാണോ? 36-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:36 നാം വായിക്കുന്നത് എന്താണ്? അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നാണ്. തന്നെ മഹത്വപ്പെടുത്തിയോ? പുത്രന് മഹത്വം കിട്ടിയോ? കൂടുതൽ പിതാവിന് താല്പര്യമുള്ളവനായി പുത്രൻ മാറിയോ? മാറി. എങ്ങനെയാണ്? തന്നെ അനുസരിച്ച തന്റെ പുത്രന് അവൻ മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ, മരിച്ചതായ തന്റെ പുത്രന്റെ മേൽ തന്റെ ആത്മാവിനെ അയച്ച് തന്റെ ആത്മാവിന്റെ വ്യാപാരത്താൽ ദൈവം അവനെ
എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ വലത്തുഭാഗത്തിരുത്തി എന്നാണ്. തന്റെ വലത്തുഭാഗത്തിരുത്തി, അത്യന്തം മീതെ ഇരുത്തി എന്നാണ്. ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ശക്തികൾക്കും മീതെ, അത്യന്തം മീതെ ആരെ ഇരുത്തി? തന്റെ പുത്രനെ ഇരുത്തി. പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായോ? ഉണ്ടായി. എന്താ ചെയ്തത്? പിതാവായ ദൈവം പുത്രനെ തന്റെ അടുക്കൽ മഹത്വപ്പെടുത്തി. എബ്രായലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മരണം അനുഭവിച്ചതുകൊണ്ട് ഇന്ന് നാം അവനെ എങ്ങനെ കാണുന്നത്? അവന് മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. ഇംഗ്ലീഷിലെ വാക്ക് ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ എന്നാണ്. സാധാരണ ഒരു മഹത്വം എന്നല്ല, ഒരു ക്രൗൺ, അവൻ ഒരു വലിയ കിരീടം, മഹത്വത്തിന്റെ കിരീടധാരിയായിട്ടാണ് ആര്? ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്, പുത്രൻ ഇരിക്കുന്നത്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാണ്, പിതാവേ നീ എന്നെ ഇനിയും മഹത്വപ്പെടുത്തണമേ. പിതാവിന്റെ മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 2-ന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? ദൈവവും അവന് ഏറ്റവും ഉയർത്തി. ഇനി അതിന്റെ മീതെ ഒരു സ്ഥാനമില്ല. ഏറ്റവും മീതെ ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമവും നൽകി, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപറയുന്ന ഒരു നാമമായി ആരുടെ നാമത്തെ പിതാവായ ദൈവം ഉയർത്തി? തന്റെ പുത്രന്റെ നാമത്തെ പിതാവായ ദൈവം ഉയർത്തി. ഇനി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത് എന്താ? അറുക്കപ്പെട്ട കുഞ്ഞാട് മഹത്വവും സ്തോത്രവും ബലവും സ്വീകരിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് ജീവികളും മൂപ്പന്മാരും ദൂതന്മാരും അവന്റെ മുൻപാകെ വീണ് ആരാധിക്കുന്ന ചിത്രമാണ്. എന്താ അവന്റെ യോഗ്യത അവിടെ പറയുന്നത്? നീ അറുക്കപ്പെട്ടത് കൊണ്ട്. മനസ്സിലായോ? പിതാവാൻ ദൈവത്തെ പൂർണ്ണമായ തോതിൽ അനുസരിക്കുവാൻ പുത്രൻ തയ്യാറായത് കൊണ്ടാണ് സ്വർഗത്തിലെ സകല ജീവികളും മൂപ്പന്മാരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? അവന്റെ മുമ്പാകെ കവിണ്ണു വീണ് അവനെ ആരാധിക്കുന്നത്. 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, വെളിപ്പാട് 7-ന്റെ 11, അവിടെയും നമ്മൾ വായിക്കുന്നു, സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണ് വീണുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ് എന്ന് പറഞ്ഞ് അവർ ആർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിൽ 22-ൽ എന്താ വായിക്കുന്നത്? നാം എല്ലാവരും അവന്റെ മുഖത്തെ കണ്ട് നാം അവനെ, ദൈവസഭ ഒന്നിച്ചെന്ത് ചെയ്യും? അവന്റെ നാമത്തെ ആരാധിക്കും. പിതാവ് പുത്രന്റെ പ്രാർത്ഥന കേട്ടുവോ? കേട്ടു, ഇല്ലേ? അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഒന്നാമത്തെ പ്രാർത്ഥന, പിതാവേ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. രണ്ടാമത്തെ പ്രാർത്ഥന, എനിക്ക് പിതാവേ അവിടുത്തെ സന്നിധിയിൽ ഉണ്ടായിരുന്നതായ ആ മഹത്വം എനിക്ക് വീണ്ടും തിരികെ തരയണമേ. ആ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്തു എന്നുള്ളത് നാം ഓർക്കണം. ഇന്ന് ഇവിടെ നിർത്തട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. നാം ഓർത്തതുപോലെ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പിന്നാലെ വരുന്നതേ ഉള്ളൂ. അവൻ തനിക്ക് വേണ്ടി തന്നെ പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് വരികിൽ നമുക്ക് വേണ്ടിയും കഴിച്ച പ്രാർത്ഥനയ്ക്കും ഉത്തരം ഉണ്ട്. അത് ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ താഴ്ത്താം. പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായി നമുക്ക് തീരാം. അവന്റെ വാക്കുകളെ അധികം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി അവനെ 100% അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ചിന്തകളാലും നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.